യാ സാബിത് ഇബ്നു ഖൈസ്, സാബിത്ത് നബി തങ്ങൾ പറയുന്നു, ഹബീബിന്റെ മുമ്പിൽ വന്ന് കണ്ണുനീർ വാർക്കുകയും അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ 2 വിഷയങ്ങളെ സംബന്ധിച്ച്, നിങ്ങൾ അഹങ്കരിക്കരുതെന്നും മനസ്സിനുള്ളിൽ നിങ്ങൾ തരക്കേടില്ല എന്ന തോന്നൽ നിങ്ങൾക്ക് പാടില്ല എന്നും. ഖൽബ് അല്ലാഹുവല്ലേ അറിയുള്ളൂ. ഹൃദയം ശുദ്ധിയാക്കുക. അള്ളാഹു നമുക്കൊക്കെ ശുദ്ധിയാക്കി തരട്ടെ. ഖൽബിനുള്ളിൽ അങ്ങനെ തോന്നാതിരിക്കുക. ആരും ഒരു ഭാര്യയുടെ മുമ്പിൽ ഭർത്താവ് തോന്നണ്ട ഞാൻ മുന്തിയ ആളാണ്. നമ്മളെ കഥയൊക്കെ അല്ലാഹുവല്ലേ അറിയുള്ളൂ. ഒരു ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ ഞെളിയും വേണ്ട, നിങ്ങളെക്കാളൊക്കെ മുന്തിയ ഞാൻ തന്നെയാണ്, അങ്ങനെയും പറയണ്ട. ഒരു പ്രായമുള്ള ആളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക, റബ്ബേ എന്നെക്കാളും അയാൾ ജീവിച്ചല്ലോ, ഞാൻ ചെയ്തതിനേക്കാളും നന്മ അയാൾ ചെയ്തിട്ടുണ്ടാവും. ചെറിയ ആളെ കാണുമ്പോൾ പടച്ചോനെ ഞാൻ ജീവിച്ചത്ര അയാൾ ജീവിച്ചില്ലല്ലോ, അപ്പൊ ഞാൻ ചെയ്തത്ര തെറ്റവും ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. 2 അവസ്ഥയിലും എന്നെക്കാൾ താഴെയുള്ളവരും എന്നെക്കാളും മുതിർന്നവരും എന്നെക്കാളും മെച്ചമാണ്. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അല്ലാഹു അങ്ങനത്തെ ഖൽബ് നമുക്ക് തരട്ടെ. يا ثابت بن قيس ثابت ألا ترضى أن تعيش حميدا وتقتل شهيدا وتدخل الجنة. ثابت സന്തുഷ്ടമായി ജീവിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? ഷഹീദായി മരണം വരിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? വതദ്ഖുലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് കടക്കാനും നിങ്ങൾക്ക് ആഗ്രഹമില്ലയോ? സാബിത്തെ ബലാ യാ റസൂലല്ലാഹ്, ഉണ്ട് നബിയേ, ഉണ്ട് നബിയേ. ഇന്നല കദാലിക്, നിങ്ങൾക്കതുണ്ട് സാബിത്തെ. അങ്ങനെയാണ്, നിങ്ങൾക്കതുണ്ട്. സന്തോഷിക്കാൻ എന്തെങ്കിലും വേണോ? ഷഹീദായിട്ട് വഫാത്ത്, മരണം വരെ സന്തുഷ്ടമായ ജീവിതം, നാളെ സ്വർഗം. മതി നബിയേ, മതി. അങ്ങനെ സന്തുഷ്ടമായി ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് സൂറത്തുൽ ഹുജറാത്തിൽ ഒരായത്തിറങ്ങുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. സത്യവിശ്വാസികളായ ആളുകളെ, ഈമാനുള്ളവരെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തേക്കാൾ നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കരുത്. നബിയോട് ചോദിക്കുമ്പോ ഉറക്ക ചോദിക്കരുത്. തങ്ങളുടെ ശബ്ദത്തെക്കാളും താഴെയായിരിക്കണം നിങ്ങളുടെ വോള്യം കിടക്കേണ്ടത്. ولا تجهروا له بالقول كجهر بعضكم لبعض, നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ ഒച്ചവെച്ച് സംസാരിക്കുന്ന പോലെ എന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ ഒച്ചവെച്ച് സംസാരിക്കരുത്. വിശുദ്ധ ഖുർആൻ പറയാം, അൻ തഹ്ബത അഅമാലുകും, നിങ്ങൾ ചെയ്തു പോയ എല്ലാ നന്മകളും അമലുകളും അങ്ങ് പൊളിഞ്ഞു പോകും. വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങളൊരു പക്ഷേ അത് ബോധിച്ചില്ല എന്ന് വന്നേക്കും. അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകും. ആദരവ് കാണിക്കേണ്ട ആളുകളോട്, ഒരു ഉസ്താദിന്റെ മുമ്പിൽ ഒരു ശിഷ്യൻ, ഒരു ഗുരുനാഥന്റെ മുമ്പിൽ ഒരു വിദ്യാർത്ഥി, ഭർത്താവിനോട് ഭാര്യ, മാതാപിതാക്കളോട് മക്കൾ, ഇതുപോലെ അച്ചടക്കത്തിൽ പെരുമാറേണ്ടവരാണെന്ന് പരിശുദ്ധമായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദമായി ആ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഉമ്മയോടും വാപ്പയോടും അവരുടെ ശബ്ദത്തെക്കാൾ ഉറക്കെ സംസാരിക്കരുത്. ഉമ്മയോടും വാപ്പയോടൊക്കെ ഉറക്കെ പറയാം. ഉമ്മയെ വാപ്പയെ പേര് വിളിക്കുന്ന ആൾക്കാരുണ്ട്, എന്താ ചെയ്യാം? അങ്ങനെ ചെയ്യാൻ പാടില്ല. ഭർത്താവിനോട് ഉറക്കെ പറയാ, ചീത്ത വിളിക്കുക, സഭ്യം പറയാ പറ്റില്ല. സ്വന്തം ഉസ്താദിനോട്, ഗുരുനാഥനോട്, പള്ളിയിലെ ഇമാമിനോട് ഉറക്കെ സംസാരിക്കാം ചെയ്യരുത്, മെല്ലെ സംസാരിക്കാവൂ. ഇതെല്ലാം അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ്. ശായറുല്ലാഹ്, അള്ളാഹുവിന്റെ അടയാളങ്ങളാണ് ഇതൊക്കെ. അള്ളാഹു ബഹുമാനിച്ചതും അള്ളാഹു അവകാശങ്ങൾ നൽകിയതും നമ്മൾ അനുവദിച്ചു കൊടുത്തേ പറ്റൂ. അങ്ങനെയാണ്. സാബിത്ത് റളിയല്ലാഹു അൻഹു ആയിത്തിറങ്ങിയപ്പോ ഹാനവറുകൾ ഒരൽപ്പം ശബ്ദം സ്വാഭാവികമായും ഹൈപിച്ച് ശബ്ദമുള്ള ആളാണ്, നല്ല ഉയർന്ന ശബ്ദമാണ്. ചില ആളുകൾ നല്ല ശബ്ദം അല്ലേ, മാഷാ അല്ലാഹ്,
അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സൗണ്ട് 3 മൈൽ അപ്പുറത്തൊക്കെ കേട്ടിരുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു, നബിയുടെ മുത്താപ്പ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു 3 മൈൽ അപ്പുറത്ത്. ഇവിടെ നിന്ന് വിട്ട മുട്ടിയാറിന്റെ അപ്പുറം വെളിമുക്ക് കേട്ടിട്ടുണ്ട് അല്ലെ? വെളിമുക്ക് 3 മൈൽ ആയിട്ടില്ല. ചിലരിക്കെത്തുവോ? പിന്നെ അപ്പോ അങ്ങനെ ഒച്ച വെച്ച് വിളിച്ചാൽ കേൾക്കുമായിരുന്നു. അങ്ങനത്തെ സൗണ്ടുള്ളവരൊക്കെ ഉണ്ടായിരുന്നു സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ. മാഷാ അല്ലാഹ്. സാബിത്ത് റളിയല്ലാഹു അൻഹു നല്ല സൗണ്ടുള്ള ആളാണ്. എന്നെ പറ്റിയാണ് റബ്ബേ ഈ പറയണത്. പിന്നെ നിസ്കാരത്തിന് വരുന്നില്ല, വീട്ടിലായി നിസ്കാരം, വാതിലടച്ച് വലിയ കരച്ചിലാണ്. നബി തങ്ങൾ കാണാതെയായപ്പോ ചോദിച്ചു, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പള്ളിയിലെ ഇമാമ് അവിടെ നിസ്കരിക്കാൻ വരുന്ന ആളുകളെ പറ്റി ഇങ്ങനെ അന്വേഷിച്ചേക്കണമെന്നാണ്. ഇവിടെ പോയി നമ്മളെ കുഞ്ഞാമത് ഇവിടെ പോയി നമ്മളെ സുബൈറിനെ കാണില്ലല്ലോ, എന്ത് പറ്റി? അന്വേഷണം. ഖൈസിന്റെ വർത്തമാനം എന്താണെന്ന് ആരാണ് എനിക്ക് കൊണ്ടുവന്നു തരിക? അനയാ റസൂലല്ലാഹ്, ഞാൻ പോയേക്കാം നബിയെ. സാബിത്ത് തങ്ങളെ വീട്ടിലേക്ക് ചൊല്ലുന്നു. മൽ ഖബർ, എന്തുണ്ട് വിശേഷം? ശർറുൻ വല്ലാഹ്, വലിയ മോശമാണ് എന്റെ കാര്യം. എന്തു പറ്റി? ലഖദ് സമിഅത മാ നസല മിനൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത് നിങ്ങൾ കേട്ടില്ലേ? ഉച്ചത്തിൽ സംസാരിക്കുന്ന ആളുകളുടെ കർമ്മങ്ങളെല്ലാം അല്ലാഹു നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞത്. ഹബീബിന്റെ മുമ്പിൽ ഞാൻ സംസാരിക്കുമ്പോ എന്റെ ഒച്ച കൂടിപ്പോയിട്ടുണ്ടോ എന്ന് ഞാൻ പേടിക്കുകയാണ്. അത് എന്നെ പറ്റിയാണോ പറഞ്ഞത്? ഞാൻ പേടിക്കുന്നു. ആനായ സാബിത്ത് റളിയല്ലാഹു അൻഹു പേടിച്ചുകൊണ്ടാണ് വീടിനകത്തിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയാൻ പറഞ്ഞു, സാബിത്തേ ലസ്ത മിൻ അഹ്ലിന്നാർ, നിങ്ങൾ നരകത്തിലേക്ക് പോകുന്ന ആളല്ല. അൻത മിൻ അഹ്ലിൽ ജന്നതി യാ സാബിത്തു, സാബിത്തേ നിങ്ങൾ സ്വർഗ്ഗവാസിയാണ്, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണ്. സാബിത്തേ നിങ്ങളെ പറ്റിയല്ല പറഞ്ഞത്, അതറിയാതെ നിങ്ങളുടെ ശബ്ദമുയരുന്നതാണ്. അനാദരവ് പ്രകടിപ്പിച്ചുകൊണ്ട്, ബഹുമാനം കാണിക്കാതെ, ആദരവ് കാണിക്കാതെ, ഉച്ചത്തിൽ മുതിർന്ന ആളുകളോട്, ബഹുമാനിക്കേണ്ടവരോട് ബഹുമാനം കൊടുക്കാതെ ഒച്ച വെച്ച് സംസാരിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള സൂചനയാണിത്. ഹബീബിന്റെ മുമ്പിൽ അത് ഒട്ടും പാടുള്ളതല്ല. ഹബീബിന്റെ ശബ്ദത്തെക്കാൾ ഉയർന്ന് സംസാരിച്ചാൽ അവരുടെ അമലുകൾ അല്ലാഹു നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞ സൂറത്തുൽ ഹുജറാത്തിന്റെ ഈ ആയത്ത് എന്നെക്കുറിച്ചാണോ, ഞാനാണോ അതിലെ പ്രതിപാദ്യ വിഷയം? ഓരോരുത്തരും അങ്ങനെയാ നോക്കുക. എന്നെ പറ്റിയാണോ ഈ പറയുന്നത്? എന്നോടാണോ? അള്ളാഹുവിന്റെ കിതാബിൽ എന്തെങ്കിലും ഒരു നിയമം ഇറങ്ങിയാൽ അത് അപ്പടി സ്വീകരിക്കുന്നവരാണ്, അതിനപ്പുറത്തേക്കില്ല. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.